ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് താമരകളും കുറച്ച് ആമ്പലുകളുമാണ് കേട്ടോ. അപ്പോൾ താമര ആമ്പലും ഒക്കെ ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പം ഇതാണ് ആദ്യത്തെ ലോട്ടസ്, യെല്ലോ പിയോണി. നല്ല മഞ്ഞ കളറുള്ള താമരപ്പൂവാണ്. ധാരാളം പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ ട്യൂബറിന് 100 രൂപ മുതൽ ലഭ്യമാണ്. കുറച്ചുകൂടെ വലിയ ട്യൂബറിന് കുറച്ച് റേറ്റ് കൂടും. അപ്പം 100 രൂപയുടെ ചെറിയ ട്യൂബറാണ് കേട്ടോ. അപ്പം നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ലോട്ടസാണിത്. അപ്പം നല്ല മഞ്ഞ താമര ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ല താമരയാണ് കേട്ടോ. ഇത് കണ്ടോ, ധാരാളം പൂക്കൾ ഇങ്ങനെ ഒന്നിച്ച് വിരിയുന്നൊരു സുന്ദരിയാണ്. സീഡ് പോഡൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, പക്ഷേ അങ്ങനെ സീഡൊന്നും ഉണ്ടാകാറില്ല. എങ്കിലും നമുക്ക് സീഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലോട്ടസും കൂടിയാണ് നമ്മുടെ ഈ യെല്ലോ പിയോണി എന്ന് പറയുന്ന മഞ്ഞ താമര. അടുത്തത് മഞ്ഞ ആമ്പലാണ് കേട്ടോ. അപ്പോൾ വാട്ടർ ലില്ലി. അപ്പം മഞ്ഞ ആമ്പൽ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് മഞ്ഞ ആമ്പലിൻ്റെ തൈ അവൈലബിൾ ആണ്. വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സുന്ദരിയായിട്ടുള്ള നല്ല മഞ്ഞ കളർ വാട്ടർ ലില്ലി ആവശ്യമുള്ളവർ ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇതിന് കുറച്ചുകൂടെ വിടർന്ന പൂവാണിത്. നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല മഞ്ഞ കളറുള്ള ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ആമ്പലാണിത്. ഇതിൻ്റെ തൈകൾ നമുക്ക് ഇലയിൽ നിന്നും കിഴങ്ങിൽ നിന്നും ലഭിക്കും കേട്ടോ. ഇലയിൽ നിന്ന് ധാരാളം തൈകളൊന്നും ഉണ്ടാകാറില്ല, എങ്കിലും ചോട്ടിലെ ചെറിയ ചെറിയ ട്യൂബറുകൾ ഉണ്ടായിട്ട് നമുക്കതിൽ നിന്ന് തൈകൾ കിട്ടും. നല്ല ട്രോപ്പിക്കൽ വാട്ടർ ലില്ലി കൂടിയാണ് ഈ മഞ്ഞ ആമ്പൽ കേട്ടോ. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മുടെ ബ്ലൂമിംഗ് മിഷൻ എന്നറിയപ്പെടുന്ന അമേരിക്കമേലിയ ലോട്ടസ് ആണ്. അമേരിക്കമേലിയ ലോട്ടസിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ കിടന്ന് വരെ മുട്ടുവരും. ട്യൂബർ നമ്മൾ നട്ടുവെച്ചില്ലെങ്കിൽ തന്നെയും അത്രമാത്രം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ലോട്ടസാണ് നമ്മുടെ അമേരിക്കമേലിയ. കമേലിയയ്ക്ക് 2 കളറിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. ആദ്യം ഇങ്ങനെ ബേബി പിങ്ക് ആയിരിക്കും, അതൊരു 2 ദിവസത്തിനുള്ളിൽ വെള്ള താമരയായിട്ട് മാറുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നല്ല കളർ ചേഞ്ച് വരുന്ന തരത്തിലുള്ളൊരു ലോട്ടസാണ് നമ്മുടെ കമേലിയ. ധാരാളം ട്യൂബറുകൾ തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇതുകൊണ്ട് ഇതും കമേലിയാണ്. ഇത് നല്ല പിങ്ക് കളറാണ് കേട്ടോ. കമേലിയയിൽ ഇങ്ങനെ പൂക്കൾക്ക് പല പല കളറുകൾ വരും കേട്ടോ. ധാരാളം പൂക്കൾ ഒന്നിച്ചുണ്ടാവുക എന്നൊരു വലിയ പ്രത്യേകത നമ്മുടെ കമേലിയയ്ക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനലിൽ കയറി ഓരോ ലോട്ടസിനെയും പരിചയപ്പെട്ടിട്ടുള്ള വീഡിയോ ഒക്കെ കാണാനായിട്ട് ശ്രമിക്കണം. ഇതിൻ്റെ ട്യൂബറുകളും നമ്മുടെ കയ്യിൽ 100 രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ. 100 രൂപ മുതൽ മുകളിലേക്കാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ധാരാളം പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി ലോട്ടസാണ് നമ്മുടെ കമേലിയ. കമേലിയ ഒരു ഹാർഡി വെറൈറ്റി ആണെങ്കിൽ പോലും ട്രോപ്പിക്കലിൻ്റെ സ്വഭാവം കാണിക്കുന്ന താമരയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ട് ചെയ്ത് ഒരു 15 ദിവസത്തിനകം പൂക്കൾ വരുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്നൊരു ലോട്ടസ് കൂടിയാണ് നമ്മുടെ കമേലിയ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ കമേലിയയുടെ ട്യൂബറും ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള ധാരാളം പൂക്കൾ ഇങ്ങനെ കമേലിയ തരും. അടുത്ത നമ്മുടെ വെറൈറ്റി ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് അമേരി പിയോണി എന്നറിയപ്പെടുന്ന ലോട്ടസാണ്. ഇത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ധാരാളം പൂക്കൾ തരുന്ന ലോട്ടസാണ്. ഇത് കമേലിയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ ഇവിടെ ഉണ്ടായ ഫ്ലവറിൻ്റെ ഫോട്ടോ തന്നെയാണിത്. നല്ല പിങ്ക് കളറാണ് കേട്ടോ. നമ്മുടെ അമേരി പിയോണിക്ക് ധാരാളം പൂക്കൾ തരുന്ന ലോട്ടസാണ്. പൂക്കൾ വരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ എല്ലാം നല്ല പൂക്കൾ തരും. പിന്നെ ഇത് കൂട്ടുള്ള ലോട്ടസുകളൊക്കെ ബൗൾ ലോട്ടസ് ആണെങ്കിലും നമ്മൾ കുറച്ച് വലിയ പോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് വളരാൻ കിട്ടുന്ന സൗകര്യം അനുസരിച്ച് പൂക്കളുടെ വലിപ്പവും കൂടിക്കൂടി വരും. പൂക്കളുടെ വലിപ്പവും മൊട്ടുകളുടെ എണ്ണവും കൂടി വരും. അപ്പം നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറുള്ള അമേരി പിയോണിയുടെ ട്യൂബറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അമേരി പിയോണിയുടെ ട്യൂബറും നമ്മുടെ കയ്യിൽ 100 രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 100 രൂപയുടെ ട്യൂബർ എന്ന് പറയുമ്പോഴത്തേന് ചെറിയ ട്യൂബർ ആയിരിക്കും. അതിന് മുകളിലേക്കായിരിക്കും
വലിയ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ്. നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് പൂക്കളിൽ വ്യത്യാസം വരും, പൂക്കളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഇത് കണ്ടോ, ഇതും നമ്മുടെ അമേരി പിയോണിയുടെ ഫ്ലവർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഫ്ലവറിന് വ്യത്യാസമുണ്ട്. ഇതൊരു ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്ത പൂവാണ് കേട്ടോ. നമ്മൾ വലിയ പോട്ടിലേക്ക് ഇത് മാറ്റി കഴിയുമ്പോഴത്തേനും ഞാൻ അടുത്ത പൂ കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഒരു വലിയ പോട്ടിൽ നിൽക്കുന്ന കമീലിയല്ല, അമേരി പിയോണിയുടെ പൂവാണ്. ഇതിന് കണ്ടില്ലേ, മറ്റേ പൂവിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ കൊടുക്കുന്ന വളവും നമ്മൾ കൊടുക്കുന്ന ആ ടബിൻ്റെ വലുപ്പം അനുസരിച്ചൊക്കെ പൂക്കളിൽ മാറ്റം വരുമെന്ന് പറയുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവാണ്, നല്ല മണവുമാണ് കേട്ടോ. അപ്പം ഈ ഒരു പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ഇങ്ങനെ നിൽക്കും കേട്ടോ, കൊഴിഞ്ഞു പോകാതെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം കളർ ചേഞ്ച് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല, നല്ല പിങ്ക് കളറിൽ തന്നെയായിരിക്കും ഈ പൂക്കൾ നമുക്ക് പൊതുവേ കാണാൻ സാധിക്കുന്നത്. അടുത്ത നമ്മുടെ പൂവെന്ന് പറയുന്നത് ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ബുൾസൈ വാട്ടർ ലില്ലിയാണ് കേട്ടോ. നല്ല ട്രോപ്പിക്കൽ വാട്ടർ ലില്ലിയാണ്. അതിൻ്റെ പൂക്കളും ഇലകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഒരേ ഒരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഓർഡർ തരുന്ന ആൾക്കായിരിക്കും നമ്മൾ ഈ ബുൾസൈയുടെ തൈ കൊടുക്കുന്നത്. തൈ തരാൻ നല്ല പിശുക്കുള്ളൊരു ആമ്പലാണ് കേട്ടോ. എന്താ ഭംഗി പൂക്കൾക്കെന്നറിയാമോ? നമ്മൾ കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വലിയ പോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ വരും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഡാർക്ക് മജന്ത കളറാണ്. ഇതിൻ്റെ നടുവിലത്തെ അല്ലികളൊക്കെ മഞ്ഞ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നമ്മുടെ ബുൾസൈ വാട്ടർ ലില്ലി ഇലകളിൽ നിന്നൊന്നും തൈ തരുന്നതല്ല, ഇതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് ഇത് തൈ ഉണ്ടാകുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മജന്ത കളറുള്ള സുന്ദരിയാണ് നമ്മുടെ ബുൾസൈ. അപ്പം ബുൾസൈനെ കുറിച്ചുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ബുൾസൈനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയില്ലേ നമ്മുടെ ബുൾസൈയുടെ പൂ കാണാൻ? അതായത് പോത്തിൻ്റെ അല്ലെങ്കിൽ കാളയുടെ കണ്ണു പോലെ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് തീവ്രതയുള്ളൊരു പൂവാണ് നമ്മുടെ ബുൾസൈയുടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബുൾസൈ എന്ന് പറഞ്ഞ് പേര് വന്നിരിക്കുന്നത്. അടുത്ത നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ബ്ലൂ വിസിലാണ് കേട്ടോ. ഇത് നല്ല ധാരാളം തൈകൾ തരുന്ന ആമ്പലാണ്. ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ധാരാളം പൂക്കൾ ഒന്നിച്ച് തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ബ്ലൂ വിസിൽ എന്ന് പറയുന്ന വാട്ടർ ലില്ലി. കൂടാതെ ഇത് ഇലയിൽ നിന്ന് തൈകൾ തരുന്ന വിവി പാലസ് വെറൈറ്റിയാണ്. ഇതിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ, ഇതിൻ്റെ കെയറിങ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ലോട്ടസും ചെറിയ പാത്രത്തിൽ വെച്ചാലും പൂക്കൾ തരും. അങ്ങനെ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട് കേട്ടോ. ദിവസം ഒരു പൂവെങ്കിലും മസ്റ്റായിട്ട് തരിക എന്നുള്ളതാണ് നമ്മുടെ ബ്ലൂ വിസിലിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നല്ല ഭംഗിയുള്ള വയലറ്റ് കലർന്ന നീല കളറാണ് നമ്മുടെ ബുൾസൈ പോട്ടെ നമ്മുടെ ബ്ലൂ വിസിൽ എന്ന വാട്ടർ ലില്ലിക്കുള്ളത് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഞാനൊരു ചെറിയ ചട്ടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ബ്ലൂ വിസിൽ കാണിക്കാം. അത് കണ്ടോ, 10 ഇഞ്ച് വലിപ്പമുള്ള ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. എന്നിട്ടും കണ്ടില്ലേ 2 പൂക്കളുണ്ട്. ഇതുപോലെ ദിവസേന പൂക്കൾ തരുന്ന, ഇലകളിൽ നിന്ന് ധാരാളം തൈകൾ തരുന്ന ഒരു വാട്ടർ ലില്ലിയാണ് നമ്മുടെ ബ്ലൂ വിസിൽ. ഇതിൻ്റെ തൈകളും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ വൈറ്റ് വാട്ടർ ലില്ലിയാണ്, ഡൗബൻ എന്ന് പറയുന്നത്. കാണാൻ നല്ല തീഷ്ണതയുള്ള ഫ്ലവർ തന്നെയാണ്. കത്തി ജ്വലിക്കുന്ന തീജ്വാല പോലെയാണ് ഈ ഒരു ഫ്ലേവറിൻ്റെ ഉൾവശം ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആ മഞ്ഞ അല്ലികളൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയാണ്. ഈ പറഞ്ഞ പോലെ ഈ വാട്ടർ ലില്ലിയും ഏറ്റവും ചെറിയ പോട്ടിലും പൂവിടും. അത്യാവശ്യം വലിയ പോട്ടിൽ നട്ട് കഴിയുമ്പോൾ വലിയ പൂക്കളായിരിക്കും, ചെറിയ പോട്ടിൽ നടുമ്പോൾ ചെറിയ പൂക്കളായിരിക്കും. എന്നാലും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഇലകളിൽ നിന്നും തൈകൾ തരിക എന്നൊരു പ്രത്യേകതയും കൂടെ നമ്മുടെ ഈ ഡൗബൻ എന്ന് പറയുന്ന വാട്ടർ ലില്ലിക്കുണ്ട് കേട്ടോ. എൻ്റെ ഗാർഡനിൽ ഞാൻ ഈ ചെടികളൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു വെച്ചൊരു വാട്ടർ ലില്ലി എന്ന് പറഞ്ഞൊരു പ്രത്യേകതയും കൂടെ നമ്മുടെ ഡൗബനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മുടെ ഡൗബൻ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡൗബൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. ഇതിൻ്റെ തൈകൾ 100 രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഞാൻ ഡൗബന് ഒരു ചെറിയ ചട്ടിയിൽ പോട്ട് ചെയ്തിട്ടുണ്ട്.
ആ ചെറിയ ചട്ടി ഇത് കണ്ടോ, ഇതിലും ധാരാളം പൂക്കൾ തരാനായിട്ട് നല്ല ഫ്ലേവറിങ് കപ്പാസിറ്റി ഉള്ള, ദിവസേന നമ്മുടെ വീട്ടിൽ ആമ്പൽ പൂക്കൾ കാണണമെന്ന ആഗ്രഹമുള്ളവർക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റുന്ന 2 വാട്ടർ ലില്ലിയാണ്. ഒന്ന് ബ്ലൂ വിസിലും ഒന്ന് ഈ ഡൗബനും കേട്ടോ. നല്ല ഭംഗിയാണ്. ധാരാളം പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, ധാരാളം തൈകളും തരും. പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട. നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. അടുത്തത് നമ്മുടെ ഒരു ലോട്ടസാണ്. ഇതിൻ്റെ പേര് നമ്മുടെ അഫെക്ഷൻ സിസ്റ്റി എന്ന് പറയുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റെഡ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ലോട്ടസാണ്. എന്താ ഭംഗി നോക്കി അതിൻ്റെ പൂവിന്. ഇത് നല്ല ബൗൾ ലോട്ടസാണ് കേട്ടോ. ഏറ്റവും ചെറിയ ചട്ടിയിൽ വരെ നമുക്കിത് പോട്ട് ചെയ്തെടുക്കാം. ധാരാളം പൂക്കളും മൊട്ടുകളും ഒക്കെ തരുന്ന നല്ല റെഡ് കളറ് പൂവുണ്ടാകുന്ന, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറ് പൂവുണ്ടാകുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ലോട്ടസാണ്. ഇതിൽ നിന്ന് നമുക്ക് ധാരാളം ട്യൂബറുകളും ലഭിക്കും കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള നല്ല റെഡ് കളറുള്ള താമര ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ചെറിയ സ്ഥലത്ത് വരെ പോട്ട് ചെയ്ത് വളർത്താവുന്ന നമ്മുടെ അഫെക്ഷൻ സിസ്റ്റീനും നല്ലൊരു ലോട്ടസാണ്. ഇതിൻ്റെ ട്യൂബറും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ പീച്ച് ബ്ലോ എന്ന് പറയുന്ന ലൈറ്റ് പിങ്ക് കളറുള്ള വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ദിവസേന പൂക്കൾ തരുന്ന വാട്ടർ ലില്ലി തന്നെയാണിത് കേട്ടോ. ഇലകളിൽ നിന്ന് ധാരാളം തൈകൾ തരുന്നതാണ്. ഇതിൻ്റെ ഇലകളിൽ ഒരു വെരിഗേഷനുണ്ട്. ഇതിൻ്റെ പൂക്കളും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പൂവാണ്. നല്ല മണമൊക്കെയുള്ള, നമ്മുടെ ഗാർഡനിൽ തേനീച്ചകളെയൊക്കെ ആകർഷിക്കാൻ കഴിവുള്ള നല്ല ഒരു വാട്ടർ ലില്ലി തന്നെയാണ് നമ്മുടെ പീച്ച് ബ്ലോ. നല്ലൊരു പീച്ച് കളറാണ്. ഇത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി അതിൻ്റെ പൂ കാണാൻ. ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള വാട്ടർ ലില്ലികളൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഇത് നശിച്ചു പോകത്തുമില്ല. ധാരാളം തൈകൾ നമുക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടും ഇരിക്കും. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിയുമ്പം നമുക്ക് സെയിൽ ചെയ്യാനും കൂടുതൽ ചട്ടികളിലേക്ക് തൈകളും ഉൽപ്പാദിപ്പിക്കാനും പറ്റുന്ന നല്ല ഫ്ലേവറിങ് കപ്പാസിറ്റി ഉള്ളതും ധാരാളം തൈകൾ തരുന്നതുമായിട്ടുള്ള വാട്ടർ ലില്ലിയാണിത് കേട്ടോ. ഇത് നമ്മുടെ കർണൻ, അതായത് ലോട്ടസുകളിലെ പുരുഷ മേധാവിത്വമായിട്ടുള്ള കർണ എന്ന് പറയുന്ന ലോട്ടസാണ്. ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ, തൈകളല്ല ഇതിൻ്റെ ട്യൂബർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ലോട്ടസ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കൾ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉൾവശം കാണിക്കാം. ഇത് കണ്ടോ, ഈ ഫ്ലവർ കാണാൻ എത്ര ഭംഗിയാണെന്ന് നോക്കി. അപ്പം ഇതങ്ങനെ പെട്ടെന്ന് ഡോർമെൻ്റ് ആകുന്ന സൈസിലെ ലോട്ടസ് അല്ല കേട്ടോ. നമ്മൾ എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലും പൂക്കൾ തരാനായിട്ട് കപ്പാസിറ്റി ഉള്ളത് തന്നെയാണ് നമ്മുടെ കർണ. എനിക്കിവിടെ കർണയ്ക്ക് ഇപ്പോഴും മൊട്ടുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇടുക്കിയിൽ ഫ്ലവർ ചെയ്യുമെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തായാലും ധാരാളം ഫ്ലവർ നമ്മുടെ കർണ തരുമെന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. ഈ പൂവിൻ്റെ ഉൾവശം കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി. നല്ലൊരു പിങ്ക് കളറാണ്.